ഷുഗർ ഉള്ളവരിൽ ഇന്ന് നിരപ്പെ കണ്ടുവരുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷനെ കുറിച്ചിട്ട്, ലൈംഗിക ശേഷി കുറവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മൾ പോയി ഹോസ്പിറ്റലിൽ പോയി കൃത്യമായി ട്രീറ്റ് ചെയ്താൽ എന്താണ് പൂർണ്ണമായിട്ടും മാറാത്തത്? എങ്ങനെയാണ് നേച്ചർ ലൈഫിലൂടെ അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിലൂടെ ഇത് കുറച്ചു കൊണ്ടുവരണത്? ഈ 3 വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യം ഈ സെക്സ്വൽ ആ പ്രക്രിയയെ കുറിച്ച് നമുക്ക് ചില കാര്യം മനസ്സിലാക്കാം. ഇതൊരു പുതിയ തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടി പ്രകൃതി കരുതി വെച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഒരു എതിർ സെക്സിൽപ്പെട്ട ഒരു ആളെ കാണുക അല്ലെങ്കിൽ സ്പർശിക്കുക, ഇത്തരം അവസരങ്ങളിലേക്കാണ് ഇറക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ബ്രെയിനിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ഉത്തേജിതമാകും, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ പെനിസിലേക്കുള്ള, നമ്മുടെ ലൈംഗിക അവയവത്തിലേക്കുള്ള ഞരമ്പുകൾ വികസിക്കും. അതിലൂടെ കൂടുതൽ ബ്ലഡ് പാസ് ചെയ്യും. അപ്പോഴാണ് ഇറക്ഷൻ ഉണ്ടാവുന്നത്, ഉദാഹരണം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രമേഹമുള്ളവർക്കുള്ള ഒരു വിഷയം 90% പേർക്ക് ന്യൂറോപ്പതി ഉണ്ടാവാം. ചിലർക്ക് കൂടുതൽ ഉണ്ടാവും, ചിലർക്ക് കുറച്ചുണ്ടാവും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫലമായിട്ട് ഞരമ്പുകൾ വീക്കാവും, നമ്മളുടെ ബ്ലഡ് വെസൽസ് വീക്കാവും, ആർട്ടറികളും വെയിനുകളും. അപ്പോൾ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരും. ഈ ഞരമ്പുകൾ വികസിക്കണമെങ്കിൽ അതിനകത്തുള്ള നൈട്രിക് ഓക്സൈഡിന്റെ ഉത്പാദനം കൂടണം. നൈട്രിക് ഓക്സൈഡ് വരുമ്പോഴാണ് അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്നത്, ഞരമ്പ് വികസിക്കണം. നൈട്രിക് ഓക്സൈഡ് എൻഡോസീലിയം ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. ഈ ഞരമ്പിന്റെ ഉള്ളില് സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാനുള്ള സംവിധാനമാണ് എൻഡോസീലിയം. എൻഡോസീലിയം ഡിസ്ഫങ്ഷൻ ഉണ്ടാവും പ്രമേഹമുള്ളവർക്ക്. അപ്പോൾ നൈട്രിക് ഓക്സൈഡിന്റെ ഉത്പാദനം കുറഞ്ഞു പോകും. അപ്പോൾ ഞരമ്പ് ആവശ്യം വികസിക്കാതെ വരും. നമുക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടായാൽ പോലും ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പെനിസിലേക്ക്, ലൈംഗിക അവയവങ്ങളിലേക്ക് ഒഴുകാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് ഇറക്ഷൻ ഉണ്ടാവാതെ പോണത്. അപ്പൊ ഇത് ന്യൂറോപ്പതിയുടെ ഭാഗമാണ്. ന്യൂറോപ്പതിയുടെ കാരണം നമ്മളുടെ ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഷുഗറും ഇൻസുലിനുമാണ്. ഹൈപ്പർ ഇൻസുലിമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയാണ് നമ്മളുടെ മിക്കവാറും പേരുടെ ബ്ലഡിലുള്ളത്. ഇതാണ് ഈ ന്യൂറോപ്പതി ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു സെക്ഷൽ ഡ്രൈവിലൊക്കെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഇജാക്കുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് വെയിനുകൾ ഓപ്പൺ ആവും. ആർട്ടറികൾ ബ്ലഡ് വരുന്നു, വെയിനുകൾ തിരിച്ചു പോകും. അതുവരെ വെയിനുകൾ ഓപ്പൺ ആവരുത്. വെയിനുകൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വെയിനുകൾ കൂടി തിരിച്ചു പോകും. സൈക്കിൾ GMP എന്ന് പറഞ്ഞിട്ട് അതിനൊരു സംവിധാനമുണ്ട് ഇത് ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 2, 3, 4 മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഈ നൈട്രിക് ഓക്സൈഡ് കൃത്യമായിട്ട് നിലനിൽക്കും, ഞരമ്പുകൾ വികസിച്ച് നിൽക്കും, വെയിനുകൾ കട്ടായി നിൽക്കും. വെയിനുകൾക്ക് വാൽവുകൾ പോലെ സംവിധാനങ്ങളുണ്ട്, ബ്ലഡ് തിരിച്ചു പോവില്ല. അപ്പൊ ഈ ഇജാക്കുലേഷൻ കഴിഞ്ഞാൽ, വിസർജനം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ വിവരം അറിയും. അപ്പൊ തന്നെ ഓപ്പൺ ആവും. പിന്നെ എന്റെ ആവശ്യമില്ല, ബ്ലഡ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത്, പ്രമേഹമുള്ളവർക്ക് 2 പ്രശ്നമാണ്. ഒന്ന്, ഞരമ്പുകളും വീക്കാണ്, നമ്മളുടെ ന്യൂറോൺസും നാഡികളും വീക്കാണ്. ഞരമ്പുകൾ ഹാർട്ടിൽ നിന്ന് ആരംഭിക്കണു, ബ്രെയിനിൽ നിന്നാണ് ന്യൂറോൺസ് വരണത്. അപ്പൊ കൃത്യമായിട്ടുള്ള മെസ്സേജ് എത്താത്തതാണ് ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ ആവുകയും ചെയ്യും. ന്യൂറോൺസ് വരെയുള്ള ട്രാൻസ്ലേഷൻ നേരത്തെ ആയി കഴിഞ്ഞാൽ ബ്ലഡ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഓപ്പൺ ആയി പോവാം. അപ്പൊ ഇറക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്കൊരു സെക്സിൽ ഏർപ്പെടാൻ വയ്യാത്ത അവസ്ഥയിൽ, ഇന്റർകോഴ്സിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അതുപോലെ ഇതിനു മുമ്പ് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്യാം. ഇജാക്കുലേഷൻ ഉണ്ടാവാം, പ്രൈമറി ഇജാക്കുലേഷൻ പറയലോ, ഉണ്ടായി പോവാം. ഇങ്ങനത്തെ ഒരു അവ്യവസ്ഥമായ അവസ്ഥയിൽ, അൺഓർഡറായ അവസ്ഥയിലേക്ക് സെക്ഷൽ പ്രക്രിയ ആയിത്തീരുകയാണ് പലപ്പോഴും ചെയ്യണത്. അപ്പൊ ഇതാണ് ഇന്ന് കണ്ടുവരുന്ന വിഷയം. അപ്പൊ ഇങ്ങനെ പലരും വിഷമിക്കുന്നുണ്ട്. പണ്ട് ഇത് വലിയ വിഷയമായിരുന്നില്ല. കാരണം 10, 60, 70 വയസ്സൊക്കെ ആയിട്ടാണ് ഈ പ്രമേഹം പിടിപെട്ടിരുന്നത്. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ വരിക, 35 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വരികയാണ്. ഒരാൾക്ക് ഇങ്ങനെ പ്രമേഹമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒരാൾക്ക് പ്രശ്നമില്ല. അത് കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും തെറ്റിച്ചു കളയും.
അപ്പൊ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ഈ ഹോർമോണുകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനോട് താല്പര്യക്കുറവ് വരാം. അപ്പൊ ഈ ഇറക്ഷന്റെ പ്രശ്നം വന്നു, പുരുഷന്മാർക്കിനകത്ത് ആക്ട് ചെയ്യാൻ വയ്യാത്ത അവസ്ഥ വന്നു, സ്ത്രീകൾക്ക് ഇതേ വിഷയമുണ്ട്. അവർക്കൊരു ഓർഗാസത്തിലേക്ക് ഒരു എൻജോയ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും. ഒരു ക്ലൈമാക്സിൽ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് എത്താൻ വയ്യാത്ത അവസ്ഥ വരും. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഉണ്ടാവും, പെയിൻഫുൾ ആയിരിക്കും, ആർത്തവ ചക്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, താല്പര്യക്കുറവ് വരാം. ഇങ്ങനത്തെ വിഷയങ്ങൾ അവർക്കും സംഭവിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, ഇന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, മരുന്നുകൾ കഴിക്കുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞരമ്പുകൾ വികസിക്കാത്തതാണ്. അതിനുള്ള മരുന്നുകളാണ് മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. അപ്പൊ താൽക്കാലികമായിട്ട് ഞരമ്പുകൾ വികസിക്കുന്നു, ബ്ലഡ് കൃത്യമായിട്ട് ഒഴുകുന്നു, ഈ പ്രക്രിയ നടക്കുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞാല് ഈ മരുന്ന് കൊണ്ടും ഇത് നടക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവും. ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനം അല്ല, എപ്പോഴും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. കുറച്ചു കഴിഞ്ഞാല് മരുന്നിന് ഡോസ് കൂടുന്നു, പിന്നെ മരുന്ന് കഴിച്ചാലും ഇറക്ഷൻ ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ഞരമ്പ് വികസിക്കുന്നത് നമ്മളുടെ പെനിസിലേക്കുള്ള ലൈംഗിക ഞരമ്പ് മാത്രമല്ല വികസിക്കുന്നത്. മരുന്ന് കഴിച്ച് ഞരമ്പ് വികസിക്കുമ്പോൾ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശരീരത്തിൽ മുഴുവൻ നടക്കും. അപ്പൊ നമ്മുടെ തലയിലുള്ള ഞരമ്പ് വികസിക്കും, കണ്ണിലുള്ള ഞരമ്പ് വികസിക്കും, കിഡ്നിയിലുള്ള ഞരമ്പ് വികസിക്കും, ഹാർട്ടിലുള്ള ഞരമ്പ് വികസിക്കും. അങ്ങനെ ചില ഞരമ്പുകൾ പൊട്ടിപ്പോവാം, ദുർബലമായ ഞരമ്പുകൾ പൊട്ടിപ്പോവാം. വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ളത്, തലമുടിയെ കലവിച്ചിറും. അപ്പോൾ ചെറിയ സൈഡ് ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകും. പല ആളുകൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ വിഷയമാണ്. എല്ലാവർക്കും അല്ല, പലർക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, അവിടെ ബ്ലഡ് കൂട്ടിങ് വരാം. അത് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഭാഗം നമുക്ക് തളർന്നു പോകാം. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ശരീരത്തിന് നമ്മൾ ചെറിയ ഒരു ഗുണത്തെക്കാളാണ് നമുക്ക് ദോഷകരമായിട്ട് മരുന്നുകൾ ഭവിക്കാം. എല്ലാ മരുന്നുകളും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ധാരാളം പേർക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. രണ്ടാമത് ഒരു വിഷയം വരുന്നത്, ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് പലപ്പോഴും നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം. ഒരു 90% പേർക്കും ചെറിയ തലവേദന ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം തലയിൽ ആവശ്യമില്ലാതെ ഞരമ്പ് വികസിക്കുന്നതാണ് തലവേദന ഉണ്ടാവുന്നത്. നമ്മളുടെ സ്റ്റൊമക്കിൽ വരുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്, ഗ്യാസ് ഫോം ചെയ്യുക. കണ്ണിന് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, കണ്ണ് മൂടൽ ഉണ്ടാവാറുണ്ട്, കണ്ണിലെ ഞരമ്പ് വികസിക്കുന്നുണ്ടാവും. അതുപോലെ കിഡ്നിയിലെ ഞരമ്പ് വികസിച്ചിട്ട് നമുക്ക് ചില അസ്വസ്ഥതകൾ, മൂത്രം കഴിക്കണം തോന്നൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഓരോരോ അവയവങ്ങളെ ഇത് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോ 1-2 ദിവസം ഉപയോഗിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, സ്ഥിരം ഒരു സംവിധാനമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോരോ അവയവങ്ങളെ ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഈ വിഷയത്തെ ഒഴിവാക്കാൻ സാധിക്കും. മറ്റു 1-2 വിഷയം കൂടി ഞാൻ പറയാം. ഒന്ന്, മദ്യം കഴിക്കുന്നവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ഉണ്ടാവും. മദ്യം കഴിക്കുമ്പോൾ ഞരമ്പ് വികസിക്കും, ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആവും. ചിലപ്പോൾ അവരുടെ മരണത്തിന് തന്നെ കാരണമായി തീരുന്നില്ല. മദ്യം കഴിക്കുന്ന ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ മറ്റ് മരുന്നുകൾ, ഇപ്പൊ നൈട്രേറ്റ് മരുന്നുകൾ, അത് നമ്മളെ ഞരമ്പ് വികസിക്കാൻ തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പലതരത്തിൽ നമ്മൾ നാവിനടിയിൽ മരുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ചില മരുന്നുകൾ നമ്മൾ ദോഷമായിട്ട് വരും. പിന്നെ ഹാർട്ടിന്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവര്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നവര്, കിഡ്നിക്ക് മരുന്ന് കഴിക്കും. ഇങ്ങനെയൊന്നും ഡോക്ടർമാർ തരില്ല. അത് ഈ മരുന്നുകൾ, ഡോക്ടറുടെ വയാഗ്ര പോലുള്ള മരുന്നുകൾ നമ്മളിപ്പോ മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പാടില്ല നിയമം. ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ കുറിപ്പില്ലാതെ നമുക്ക് മേടിക്കാൻ പാടില്ല, കുറക്കാൻ പാടില്ല നിയമമുണ്ട്. കാരണം അത് ഈ ഹെൽത്തിന്റെ വിഷയം കാരണം കൊണ്ടാണ്. പലതരത്തിലുള്ള ഹെൽത്തിന് നമുക്ക് ചിലപ്പോൾ നമ്മൾ അകാലമായിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പല അവസ്ഥയിൽ ഈ മരുന്ന് ഉപയോഗിപ്പിക്കില്ല നമ്മളെ കൊണ്ട്. അതുപോലെ കൊളസ്ട്രോളിന്റെ മരുന്ന്, ഇങ്ങനെ പലതരത്തിലുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഇത് സാധിച്ചോളണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരണം. മറ്റൊരു വിഷയം, പല ആളുകളും പറയും, സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സെക്സിന്റെ പ്രശ്നമൊന്നുമില്ല, ഷുഗർ തുടങ്ങിയിട്ട് 8 വർഷമായി, ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് പറയും. അപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഇത് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പൂർണ്ണമായിട്ടും അതിനകത്ത് ഒരു റിക്കവറി, ഒരു മടക്കം, ഒരു റിവേഴ്സ് സാധ്യമായിക്കൊള്ളുന്നില്ല.
സാധ്യമാവില്ല എന്നല്ല പറഞ്ഞ് സാധ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് ആൻജിയോപ്പതി ഞരമ്പുകളുടെ വിഷയം പരിഹരിച്ചാൽ പോലും നെർവുകളുടെ പ്രശ്നം പലരും പരിഹരിക്കാൻ സാധിക്കാതെ വരും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അനുഭൂതിയുടെ തലത്തിൽ എത്തണമെങ്കിൽ നാടികളിൽ കൂടിയിട്ട് ബ്രെയിനിൽ ഇതിന്റെ മെസ്സേജ് എത്തണം. ഇതെത്താത്ത അവസ്ഥ ഉണ്ടാവും. കാരണം ന്യൂറോൺസും നെഫ്രോൺസും ഒക്കെ നിങ്ങൾക്ക് അറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടല്ല എളുപ്പമല്ല. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹമുള്ള മിക്കവാറും പേർക്ക് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ന്യൂറോപ്പതിയുടെ ഭാഗമാണ്. 90% പേർക്ക് ന്യൂറോപ്പതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ ഇൻസുലിമിയ, ബ്ലഡ് ഒഴുകുന്നതാണ്, എൻഡോസീലിയൻ ഡിസ്ഫങ്ഷൻ ആണ്, നൈട്രിക് ഓക്സൈഡിന്റെ പ്രശ്നം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വരാതിരിക്കുകയാണ് ചില മുൻകരുതൽ എടുക്കണം. ഇതാണ് ആദ്യം പറയാനുള്ളത്. അതിനൊന്ന് നമ്മളുടെ ആഹാരം തന്നെയാണ്. പ്രമേഹത്തിന്റെ പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റ് കൂടിയിട്ടുള്ള സൂപ്പർ കാർബ് ഫുഡുകളാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഒരു മീഡിയം കാർബിലേക്ക്, ലോ കാർബ് ഫുഡിലേക്ക് വരിക. ഇപ്പൊ ഞങ്ങള് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഇതിന് വേണ്ടിയിട്ട് ചില പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചില ക്ലാസ്സുകൾ നടന്നു. ഞങ്ങൾ ചെയ്യണത് ലോ കാർബ് ഫുഡ് കൊടുക്കും. അതുപോലെ നമ്മളുടെ ഹോർമോൺ, സെക്ഷൽ ഹോർമോണുകളുടെ ഒക്കെ ഉത്പാദനം കൃത്യമായി നടക്കണമെങ്കിലും, ഓർഗൻസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിലും, അതുപോലെ നമ്മളുടെ ഞരമ്പുകളിലെയും മസിലുകളുടെ ഒക്കെ പ്രവർത്തനം കൃത്യമാണ്. ഇപ്പൊ സ്മൂത്ത് മസിൽസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം നടക്കുകയുള്ളൂ. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഇന്ന് നമ്മൾ 90% പേര് കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ പലതും ഇല്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്, പോഷക ദാരിദ്ര്യമുണ്ട്. ഇത് പരിഹരിക്കാൻ പറ്റിയ ഫുഡ് ഞങ്ങൾ ആദ്യം കൊടുക്കുക ചെയ്യും. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അങ്ങനത്തെ ഫുഡ് തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ശരിയായ ഒരു ഡയറ്റിലേക്ക്, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരും, ലോ കാർബ് ഫുഡിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആദ്യം ചെയ്യണത്. രണ്ടാമത് നമ്മളുടെ ഞരമ്പുകളുടെ സ്വാഭാവികമായ വികസനത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ, അങ്ങനെ ചില മെഡിസിൻ പോലെ ഉപയോഗിക്കാവുന്ന ചില സാധനങ്ങളുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള അത്തരം സാധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം നമ്മുടെ ശരീരം ഉണ്ടാവാത്ത ചില സാധനങ്ങളുണ്ട്. അത്തരം സാധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മസിൽസിന്റെയും അതുപോലെ നെർവിന്റെയും ബ്ലഡ് വെസൽസിന്റെയും ഒക്കെ പ്രവർത്തനം കൃത്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള എക്സസൈസുകൾ ആവശ്യമാണ്, വ്യായാമം ആവശ്യമാണ്. ഇത് പഠിപ്പിക്കാനുള്ള സംവിധാനമാണ്. ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന ലഘുവായ വ്യായാമങ്ങൾ, ശരീരത്തിന്റെ നമ്മുടെ തല തൊട്ട് വിരൽ വരെയുള്ള എല്ലാ ഭാഗവും കൃത്യമായിട്ട് ചലിപ്പിക്കുന്ന തരത്തിലുള്ള, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമം കിട്ടുന്ന, ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ പഠിപ്പിക്കും. സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വ്യായാമം ചെയ്യുക. പിന്നെ ചില ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. അത് ലങ്സിന്റെ കപ്പാസിറ്റിയും സെക്സുമായിട്ട് വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. ഹാർട്ട് കൃത്യമായി പമ്പ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ ഇത്. അതുപോലെ ബ്രെയിനിലേക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കിട്ടിയാൽ മാത്രമേ പ്രശ്നം നടക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ബ്രീത്തിങ് ആവശ്യമാണ്. അങ്ങനെയുള്ള ബ്രീത്തിങ് എക്സസൈസുകളും പഠിപ്പിക്കും. അങ്ങനെ വളരെ പിന്നെ നമ്മളുടെ മെന്റൽ മനസ്സൊരു വലിയ വിഷയമാണ് ഇതിന്റെ കാര്യത്തിൽ. ആ മനസ്സിനെ നമ്മൾ പരിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചില മെഡിറ്റേഷനും അത്തരം ചില ക്ലാസ്സുകളും ഉണ്ടാവും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് പ്രശ്നത്തെ സമീപിക്കാൻ പറ്റും. 100 കണക്കിന് പേര് നമ്മുടെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇതിന് 1 ഡേ ക്ലാസ്സുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും നടന്നു വരുന്നുണ്ട്. ഇതിന് മാത്രമല്ല ഷുഗറും അനുബന്ധ രോഗങ്ങളും എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരും. അതുപോലെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സുകളുണ്ട്. രാവിലെ 1 മണിക്കൂറുണ്ട്, വൈകിട്ട് 1 മണിക്കൂറുണ്ട്. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് സൗകര്യപ്രദം. രാവിലെ 5 തൊട്ട് 6 വരെ, രാത്രി 7 തൊട്ട് 8 വരെ 2 ബാച്ചുണ്ട്. 1 മാസക്കാലം നമ്മൾ ചെയ്ത് എല്ലാം വിശദമായിട്ട് പഠിക്കാമെന്നോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് പഠിക്കാം. അതിനുള്ള വ്യായാമങ്ങളും എല്ലാം പഠിക്കാം. അങ്ങനത്തെ ക്ലാസ് നടന്നു വരാനുണ്ട്. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി പറയാം, ഇത് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു റിവേഴ്സ് എളുപ്പമായിക്കൊള്ളുന്നില്ല. പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കരുത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് സെക്സിന്റെ മാത്രം വിഷയമല്ല. ഇപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 40 വയസ്സായെങ്കിലും നിങ്ങളുടെ ശരീരം ഒരു 70 വയസ്സുകാരന്റെ അവസ്ഥയിലെത്തി. 70 വയസ്സുകാരന് ഇറക്ഷൻ കുറവായിരിക്കും. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയെന്ന് അർത്ഥം. നമ്മുടെ ഏജിങ് എന്റെ വിഷയമാണ്.
അത് മസിൽ ലോസിന്റെ വിഷയം. മസിൽ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും. നമ്മളുടെ വാർദ്ധക്യം നേരത്തെ വരാൻ തുടങ്ങും. ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ഹോർമോൺ ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്, സെക്സിന്റെ പ്രശ്നം മാത്രമായിട്ട് കാണരുത്, നമ്മളുടെ ലൈഫിന്റെ വിഷയമായിട്ട് കൂടി കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിനകത്തേക്ക് ഹാർദവമായിട്ട് പ്രകൃതിയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 9774444326 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കുറച്ചു കൊണ്ടുവരാനും ഇല്ലാതെയാക്കാനും സുഖവും സന്തോഷവുമായിട്ട് വീണ്ടും ജീവിക്കാനും സാധിക്കും.